സെൻകുമാർ നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ടി പി സെൻകുമാർ, ഇപ്പോൾ ഈ വാർത്തയിൽ ഇപ്പോൾ കേൾക്കുന്ന ഒന്നിൽ SFIയുടെ ലോക്കൽ സെക്രട്ടറിയാണ് സാർ ഞാൻ എന്ന് ആ പിടിച്ചുകൊണ്ടുപോകുന്ന പയ്യൻ പറയുകയാണ്. അറിയാവുന്ന പോലീസുകാർക്ക് 2 ഇടി കൂടുതൽ കൊടുക്കുമെന്ന നിലയ്ക്കാണ് ആ ചെറുപ്പക്കാരനോടും കൂടി പോലീസുകാർ പ്രതികരിക്കുന്നത്. ഇങ്ങനെയാണോ ഇതാണോ പൊതു സ്വഭാവം? ഇങ്ങനെയാണോ ഒറ്റപ്പെട്ട സംഭവം എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക ഇത്രയധികം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ? ഇതില് നേരത്തെ എന്നോട് അവിടെ ആദ്യം പറഞ്ഞത് ഈ സിനിമയിൽ കണ്ടിട്ട് മമ്മൂട്ടി ഒരു സിനിമയില് ഒരു അടി കൊടുത്ത് തെളിയിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും ഈ വളരെയധികം സിനിമകള്, അത് സുരേഷ് ഗോപിയുടെ ആയാലും മമ്മൂട്ടിയുടെ ആയാലും ഇനി തമിഴില് വിജയന്റെ ആയാലും അതുപോലെ കുറേയധികം സിനിമകൾ, ഹിന്ദി അടക്കമുള്ള സിനിമകളില് പോലീസ് വളരെയധികം സൂപ്പർമാനായിട്ട് അവരുടെ ശാരീരിക ശക്തി ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ശരിയാക്കുന്ന സിനിമകൾ ധാരാളമുണ്ട്. അതിന്റെ ഇൻഫ്ലുവൻസ് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരിലുണ്ടായിരിക്കാം. പക്ഷെ യവനികയോ അല്ലെങ്കിൽ അർദ്ധസത്യയോ പോലുള്ള സിനിമകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് സെപ്പറേറ്റ് ആയിട്ട് വരാം. അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. പിന്നെ പലപ്പോഴും നടക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ പോലീസില് ഈ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഒരാളെ പിടിച്ചുകൊണ്ട് വരുന്നത് ഒരു പർട്ടിക്കുലർ ഓഫീസർ ആയിരിക്കാം. പക്ഷെ പോലീസ് സ്റ്റേഷനില് മറ്റാൾക്കാര്, അതായത് ആ പിടിച്ചുകൊണ്ട് വന്ന പോലീസുകാരന് മാത്രമാണ് ഉത്തരവാദിത്വം വരുന്നത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ 38 കസ്റ്റോഡിയൽ ഡെത്ത്സിന്റെ കേസുകള് ക്രൈംബ്രാഞ്ചിൽ ഇരിക്കുമ്പോൾ അന്വേഷിച്ചതാണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നത് മറ്റുദ്യോഗസ്ഥര് പോകുമ്പോഴും വരുമ്പോഴും ഇവന് ഓരോ ഇടി വെച്ചു കൊടുക്കും. അവർക്കൊന്നും ഇതിലെ യാതൊരു ഉത്തരവാദിത്വമില്ല, ഒന്നുമില്ല. അവിടെ ഇരിക്കുന്നതാണെന്നും അവർ 1-2 ഇടി വെച്ചു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്ന, അതായത് ഒരു ക്രിമിനൽ മൈൻഡുള്ള പോലീസുകാര് കുറച്ചു പേരുണ്ട്. അതേസമയം എനിക്ക് തോന്നുന്നത് ഒരു 90% എങ്കിലും ഉള്ള ഉദ്യോഗസ്ഥര് വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. അവര് സൊസൈറ്റിക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ ഏകദേശം ഒരു 10% പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ളവരാണ്. അവരെ കണ്ടെത്തി അവരെ ഇതിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിന് വേണ്ട നടപടികൾ എടുക്കുക, അങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ളവരെ സേനയില് വെച്ചുകൊണ്ടിരിക്കാതെ അവരെ പുറത്താക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വളരെ തെറ്റായിട്ട് ഇപ്പൊ പോലീസിന് ചില സമയത്തൊക്കെ ബലപ്രയോഗം നടത്തേണ്ടി വരും. അതിന് ഉള്ള അവസരങ്ങൾ എന്താണെന്ന് നിയമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യേണ്ടി വരും. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസിന് ബലം പ്രയോഗിക്കാം, പോലീസിനെ കൃത്യനിർവഹണത്തിൽ നിന്ന് തടസ്സപ്പെടുത്തിയാൽ പോലീസിന് ബലം പ്രയോഗിക്കാം. പക്ഷെ അതിനൊക്കെ കൃത്യമായ നിയമവും ചട്ടവും മാനദണ്ഡങ്ങളും ഒക്കെ സേനയിൽ തന്നെ ഉണ്ട് എന്നിരിക്കെയാണ് ഒരു ചോദ്യത്തിന് 2 അടി എന്ന നിലയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായും അതിനൊരു തിരുത്തുണ്ടാവണം.